will take. അപ്പോൾ RCCയുടെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് പോർഷൻസാണ്, രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. സോ RCCയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. ഇനി ബീമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ നോക്കാനുണ്ട്. ബീമിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെക്ഷനാണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻസ് മെയിൻലി 3 ടൈപ്സ് ആണ്. ഒന്ന് ബാലൻസ്ഡ് സെക്ഷൻ, ദെൻ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, അതുപോലെ തന്നെ മൂന്നാമത്തേത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇതിൽ ബാലൻസ്ഡ് സെക്ഷനും ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ഇല്ല, ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പം XU = XU max ആണ് വരുന്നത്. XU എന്താണെന്നും XU max എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ XU = XU max ആണെങ്കിൽ അത് ബാലൻസ്ഡ് സെക്ഷൻ. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് XU < XU max ആണ് എങ്കിൽ അത് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. XU < XU max ആണ് എങ്കിൽ അത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ഇതിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് സെക്ഷൻ എന്ന് ചോദിച്ചാൽ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണ്. ഇനി നമ്മുടെ IS 456 പ്രകാരം നമുക്ക് ഡിസൈനിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റാത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ഇതിൽ ബാലൻസ്ഡും ഓവർ റീൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഫെയിലുവർ ഉണ്ടാകുന്നത് കോൺക്രീറ്റിനാണ്. പക്ഷേ അണ്ടർ റീൻഫോഴ്സ്ഡിന് അവിടെ ഫെയിലുവർ ഉണ്ടാകുമ്പോൾ സ്റ്റീൽസിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്റ്റീലിന് ഫെയിലുവർ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റീൽ പെട്ടെന്ന് പൊട്ടത്തില്ല, ജസ്റ്റ് ഒരു സാഗിങ് ഒക്കെ കാണിച്ചിട്ട് മാത്രമാണ് പൊട്ടുന്നത്. അപ്പോൾ ഏറ്റവും സേഫാണ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മൊമെൻറ്റിൻ്റെ ഓരോ ഗ്രേഡ്സ് അനുസരിച്ച് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. FY 250 ആണ് എങ്കിൽ, FYയുടെ വാല്യൂ 250 ആണ് എങ്കിൽ, FY 250 ആണ് എങ്കിൽ അവിടുത്തെ MU ലിമിറ്റ് എന്ന് പറയുന്നത് 0.149 FCK/BD² ആണ്. അതുപോലെ 415 ഗ്രേഡ് ആണെങ്കിൽ 0.138 FCK/BD². ഇതൊക്കെ പ്രോബ്ലം ചോദിക്കാം. ദെൻ 500 ആണെങ്കിൽ 0.133 FCK/BD². ഇനി MU ലിമിറ്റിൻ്റെയും ബേസസിൽ ബീമിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. MU < MU ലിമിറ്റ് ആണെങ്കിൽ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമാണ്. MU < MU ലിമിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എന്താണ് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം, എന്താണ് ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഈ ബീമിൽ നമ്മൾ ബാസ് പ്രൊവൈഡ് ചെയ്യുമ്പം എങ്ങനെയാണ് ബാസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ബാർസ്. ഓക്കെ, അപ്പോൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൽ ടെൻഷൻ സൈഡിൽ മാത്രമാണ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ശ്രദ്ധിക്കുക, ടെൻഷൻ സൈഡിൽ മാത്രമാണ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു. ആ സമയത്ത് ഈ ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും നമ്മുടെ ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, എന്ന് വെച്ചാൽ സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ മേളിലത്തെ പോർഷൻ കംപ്രഷനും താഴത്തെ പോർഷൻ ടെൻഷനുമാണ്. മേളിൽ കംപ്രഷനും താഴെ ടെൻഷനും. നോർമലി നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ വീക്ക് ഇൻ ടെൻഷനാണ്. അപ്പോൾ സിംഗ്ലി എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ടെൻഷൻ സൈഡിൽ തന്നെ നമ്മൾ ബാർസ് കൊടുക്കുന്നത്. ഇനി ഇപ്പോഴത്തെ മെജോറിറ്റി കൺസ്ട്രക്ഷൻസ് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡിൽ തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യകാലത്തൊക്കെ ഈ ആർക്കിടെക്ചർ ബേസിസിലായിരുന്നു നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏകദേശമുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഡബ്ലി റീൻഫോഴ്സ്ഡ് ബേസിസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്താണ് ക്ലിയർ കവർ, എന്താണ് എഫക്റ്റീവ് കവർ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളറിയാം. ഇതിനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് വരയ്ക്കുന്നത്. സോ അതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ബാർസാണ്. 3 ഒരേ ഷേപ്പിലാണ്. ഇതിന് എന്തായാലും ബാർസിന് സെൻറ്റർ കാണില്ലേ.
അപ്പോൾ ഇത് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ ഈ ഗ്രീൻ ഇട്ട് കാണിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസിനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഔട്ടർ മുതൽ നമ്മുടെ ഈ ഒരു ബീമിൻ്റെ ഔട്ടർ പോർഷൻ വരെയുള്ള ആ ഒരു പോർഷനെ നമ്മൾ പറയുന്നതാണ് ക്ലിയർ കവർ. എന്താണ് ക്ലിയർ കവർ? അതേസമയം ബാറിൻ്റെ സെൻറ്റർ മുതൽ ഔട്ടർ പോർഷൻ വരെ നമ്മൾ കാണിച്ചാൽ അതിനെ പറയുന്നതാണ് എഫക്റ്റീവ് കവർ. ഓക്കെ, രണ്ടും ഓക്കെ ആയില്ലേ? എന്താണ് എഫക്റ്റീവ് കവറും എന്താണ് ക്ലിയർ കവറും എന്ന് വെച്ചാൽ, ക്ലിയർ കവർ എന്ന് പറയുന്നത് ക്ലിയർ കവർ ഈസ് ദ ഡിസ്റ്റൻസ് from the concrete surface to the nearest surface of the reinforcement bar. ഓക്കെ, അതാണ് ക്ലിയർ കവർ. എഫക്റ്റീവ് കവർ എങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ, എഫക്റ്റീവ് കവർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ കോൺക്രീറ്റ് സർഫസ് ടു ദി സെൻട്രോയിഡ് ഓഫ് ദി മെയിൻ റീൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എയ്ക്കായാലും ഓവർസിയറിനും ആയാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിഞ്ഞിരിക്കുകയും വേണം. ഇനി ഇതുപോലെ തന്നെ ഒരു രണ്ട് ടേമാണ് എഫക്റ്റീവ് സ്പാനും ക്ലിയർ സ്പാനും. സോ എഫക്റ്റീവ് സ്പാനും ക്ലിയർ സ്പാനും എന്ന് പറയുമ്പം ഞാനൊരു ബീം സപ്പോർട്ട് കൂടിയുള്ള ബീമിനെയാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ എന്താണ് എഫക്റ്റീവ് സ്പാന്, എന്താണ് ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോർമൽ സ്പാൻ, രണ്ട് സപ്പോർട്ട്സിനിടയിലുള്ളതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അതേസമയം സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെ ഉള്ളതിന് ഞാൻ എഫക്റ്റീവ് സ്പാൻ എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സപ്പോർട്ട്സിനിടയ്ക്ക് ഉള്ളതിനെ പറയുന്നത് എഫക്റ്റീവ് സ്പാൻ, ഇത് ക്ലിയർ സ്പാൻ എന്നും, അതുപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് സപ്പോർട്ടിൻ്റെ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എഫക്റ്റീവ് സ്പാനുമാണ്. ഇറ്റ് ഇസ് എ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എഫക്റ്റീവ് സ്പാൻ ആണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് സ്ട്രക്ചറൽ മെമ്പർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, അതെന്താണെന്ന് ചോദിച്ചാൽ അത് ക്ലിയർ സ്പാൻ ആണ്. ഓക്കെ, ഇനി ഈ കവർ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ അറിയണം. നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സിനും എത്ര കവറൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നോമിനൽ കവർ ഫോർ ഡിഫറെൻറ്റ് സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ കവറാണേ പറയുന്നത്. നോമിനൽ കവറിൽ സ്ലാബിന് നോർമലി 20 mm ആണ്. മുന്നേക്ക് 15 mm എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാം 20 mm ആണ് കൊടുക്കുന്നത്. ബീം 25 mm, കോളം 40 mm, ഫൗണ്ടേഷൻ 50 mm. ഓക്കെ, സ്ലാബ് 20 mm, അതുപോലെ ബീം 25 mm, കോളം 40 mm, ഫൗണ്ടേഷൻ 50 mm. ഇനി ഈ നോമിനൽ കവർ എന്ന് എക്സ്പോഷർ കണ്ടീഷൻസ് വരുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് എക്സ്പോഷർ കണ്ടീഷൻ ആകുമ്പം എത്ര നോമിനൽ കവറൊക്കെ കൊടുക്കുമെന്ന് അതുകൂടെ നമുക്ക് നോക്കാം. നോമിനൽ കവർ ഫോർ ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻ. നോമിനൽ cover for different exposure condition. ഓക്കെ, ഫസ്റ്റത്തേൽ ഞാൻ എക്സ്പോഷർ കണ്ടീഷൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. രണ്ടാമത്തേൽ ഞാൻ നോമിനൽ കവർ. എക്സ്പോഷർ കണ്ടീഷനിൽ ആദ്യം എന്തൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം പഠിക്കാൻ എളുപ്പം അതാണ്. മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിവിയർ ഉണ്ട്, വെരി സിവിയർ ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്. ഓക്കെ, ഈ സൈഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ പഠിക്കുമ്പം ഓർമ്മയിൽ വരും. മൈൽഡ് ആണെങ്കിൽ 20 mm, ശ്രദ്ധിക്കുക നോമിനൽ കവർ mmലാണേ. മൈൽഡ് ആണെങ്കിൽ 20 mm ആണ് നമ്മൾ കൊടുക്കുന്നത്. മോഡറേറ്റ് ആണെങ്കിൽ 30 mm, സിവിയർ 45 mm, വെരി സിവിയർ 50 mm, എക്സ്ട്രീം ആണെങ്കിൽ 75 mm. ശ്രദ്ധിക്കാൻ മറക്കരുത്. മൈൽഡ് 20 mm, മോഡറേറ്റ് 30 mm, സിവിയർ 45 mm, വെരി സിവിയർ 50 mm, എക്സ്ട്രീം 75 mm ആണ്. ഇനി അടുത്ത് നമ്മൾ ഷിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു 1-2 പോയിൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്.
എല്ലാവർക്കും അറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ്സ് ആൾജിബ്രിക് സം ഓഫ് ഓൾ ദി വെർട്ടിക്കൽ ഫോഴ്സസ് എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ ടു ദി റൈറ്റ് ഓഫ് ദ സെക്ഷൻസ് കൺസിഡേർഡ്. അതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ പഠിക്കുന്ന സമയത്ത് 1-2 ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കോഡ് ബുക്ക് എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഷിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പേജ് നമ്പർ 72 ആണ് എടുക്കുന്നത് IS 456-ൽ. ഇതിൽ നമ്മൾ മെയിനായിട്ട് ആദ്യം എടുക്കുന്ന സ്റ്റെപ്പ് ഇതാണ്, നോമിനൽ ഷിയർ സ്ട്രെസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ പ്രോബ്ലംസ് ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ടോവി ഈസ് ഈക്വൽ ടു VU/BD. VU ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡിസൈൻ ലോഡ്സ്. B breadth of the member which for flange section shall be taken as the breadth the bub BW and D effective depth. അപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ടോവി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതും ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മൾ എടുക്കുന്ന ബീംസിൽ ഡെപ്ത് വാരി ചെയ്യുകയാണെങ്കിൽ അവിടെ ടോവി കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഇക്വേഷനാണ് VU ± MU/D tan β by B into D. ഇതിൽ MU എന്ന് പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സെക്ഷൻ ആണ്. ബീറ്റ ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം എഡ്ജസ് ആണ് വരുന്നത്. ഇത് അറിഞ്ഞിരിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അടുത്ത് വരുന്നതാണ് ടോസി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ദെൻ അടുത്ത് കണ്ടുപിടിക്കുന്നത് ടോസി മാക്സ് ആണ്. യൂണിറ്റ് Newton/mm² ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ 1-2 കണ്ടീഷൻസും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ ടോസി മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ടോവി ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതേസമയം രണ്ടാമത്തത് ടോസി മാക്സ് ഈസ് ലെസ് ദാൻ ടോവി ആണ് എങ്കിൽ ആ സെക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ആ ഒരു സെക്ഷൻ റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഡെപ്ത് വ്യത്യാസമുള്ളൊരു സെക്ഷനൊക്കെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മൂന്നാമത്തെ ടോസി ഈസ് ഗ്രേറ്റർ ദാൻ ടോവി ആണ് വരുന്നതെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം ഒരു മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് നമ്മളവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 കണ്ടീഷൻ്റെ കാര്യം. ഈ 3 കണ്ടീഷനും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മിനിമം റീൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മിനിമം റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനുള്ള ഇക്വേഷനും കോഡ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 48 നോക്കിയാൽ മതി. IS 456 ഇക്വേഷൻ ഇതാണ്. ASB B into SV is equal to 0.4/0.87 FI. ഇതാണ് മിനിമം റീൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ് എത്രയെന്ന് ചോദിച്ചാൽ മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ് അത് ബീം ആയിക്കോട്ടെ സ്ലാബ് ആയിക്കോട്ടെ 4% ഓഫ് B into D ആണ് വരുന്നത്. എന്താണ്? 4% ഓഫ് B into D. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മാക്സിമം ചോദിച്ചാൽ 4% ഓഫ് BDയും മിനിമം ASB/BSV is equal to എന്താണ് വരുന്നത്? മിനിമം 0.4/0.87 FI ആണ് വരുന്നത്. ഇനി നമുക്ക് ഷിയറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ടോസി ഈസ് ഗ്രേറ്റർ ദാൻ ടോവി ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ സ്റ്റിറപ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. നോർമലി നമുക്ക് ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ VUS is equal to VU minus tau CB into D. എന്താണ്? VUS is equal to VU minus tau CB into D ആണ് വരുന്നത്. tau C into B into D. ഇനി ഇതിൽ തന്നെ നമ്മളടുത്ത് സ്റ്റിറപ്സിലോട്ട് പോകുന്ന സമയത്ത് ടൈപ്സ് ഓഫ് സ്റ്റിറപ്സിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട്? വേർട്ടിക്കൽ സ്റ്റിറപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ഉണ്ട്. ആ ഇൻക്ലൈൻഡിൽ തന്നെ നമ്മൾ ബെൻഡപ്പ് കൂടെ വരുന്ന കണ്ടീഷൻസാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ബെൻഡപ്പ് കൂടെ വരുന്ന കണ്ടീഷനാണ് പറയുന്നത്. വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VUS is equal to 0.87 FI ASV D/SV ആണ്. അതുപോലെ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആണ്, അതും സീരീസ് ഓഫ് ബാർ ബെൻഡപ്പ് ഡിഫറൻറ്റ് ക്രോസ് സെക്ഷൻസ് ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, ഡിഫറൻറ്റ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ VUS is equal to 0.87 FI ASV DSV into sin alpha plus cos alpha ആണ്. അടുത്ത സിംഗിൾ ബാർ തന്നെ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പാരലൽ ബാർസ് ആണ് വരുന്നത്. അതുപോലെ സെയിം ക്രോസ് സെക്ഷൻ ആണ് ആ ബെൻഡപ്പ് ബാറിൻ്റെ എങ്കിൽ അവിടുത്തെ ഇക്വേഷൻ VUS is equal to 0.87 FI ASV sin alpha ആണ് വരുന്നത്. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിൽ ഈ സ്റ്റിറപ്സിൻ്റെ സ്പേസിങ്ങിൻ്റെ കണ്ടീഷൻ കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, നമ്മുടെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് പേജ് നമ്പർ 47 എടുക്കുക. IS 456 അതിൽ തന്നെ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദിസ് മെമ്പർ ഷാൾ നോട്ട് എക്സിഡ് 0.75 D ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആൻഡ് D for inclined stirrups at 45 degree, where D is the effective depth of the section. Under consideration in no case shall
ദ സ്പേസിങ് എക്സീഡ് 300 mm. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നോ? സ്പേസിങ് ഓഫ് സ്റ്റിറപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാല്യൂസിൽ നിന്ന് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. മാക്സിമം സ്പേസിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ലെസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0.75 × D ആണ്. വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ കാര്യമാണ്. ഡി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് സ്റ്റിറപ്സ് ഒക്കെ ആണെങ്കിൽ അറ്റ് 45 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എഫക്റ്റീവ് ഡെപ്ത് സെക്ഷൻ നമ്മൾ ഏത് സെക്ഷനാണ് എടുക്കുന്നത് അതിൻ്റെ എഫക്റ്റീവ് ഡെപ്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 300 mm എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ നോർമലി അവിടെ ഒരു എസ് വി ചെയ്ത് വെക്കും, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ് വി ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഇത് മൂന്നിൽ നിന്നും ലെസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ കോഡ് ബുക്ക് പ്രകാരം പറഞ്ഞാൽ ഈ രണ്ടിൽ നിന്നും ഏതെങ്കിലും ലെസ് വാല്യൂ വേണം നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 300 mm ചില ക്വസ്റ്റ്യൻസിലൊക്കെ 450 mm റിവൈസ് ചെയ്ത വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് കൺഫേം ആയിട്ട് 450 ആണോ 300 ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന IS 456 2000 300 mm എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ബീമിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ 0.75 D യും 300 mm. ആ 300 mm ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്.